പ്രശാന്ത് ചേട്ടാ, ഈ ജി സുധാകരൻ ഇടതുപക്ഷത്തിൻ്റെ സമുന്നതനായ നേതാവാണ്. അതായത് ഇന്നലെ മന്ത്രിയും പാർട്ടി സെക്രട്ടറിയും അതുപോലെ CS സുജാത ഒക്കെ വരാൻ താമസിച്ചു എന്ന് പറഞ്ഞിട്ട് കാത്തിരുന്നിട്ട് അദ്ദേഹം ഇറങ്ങിങ്ങ് പോയി. അതിന് തൊട്ടു മുമ്പ് അദ്ദേഹം പറഞ്ഞു ഇപ്പോഴത്തെ പിണറായി മന്ത്രിസഭ മോശമാണ്. തൊട്ടു മുമ്പുണ്ടായിരുന്ന അദ്ദേഹം കൂടി മന്ത്രിയായിരുന്ന മന്ത്രിസഭയാണ് ഏറ്റവും മികച്ചത്. മോദി മികച്ച ഭരണാധികാരിയാണ്. മോദിയെക്കുറിച്ചൊക്കെ നല്ല വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞത്. സാധാരണ CPM നേതാക്കൾ പറയാത്ത സമുന്നതനായ നേതാവാണ് ഈ പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്താണ്? അദ്ദേഹം ഈ പ്രായത്തിൽ ലക്ഷ്യം വയ്ക്കുന്നത് എന്നാൽ പിന്നെ ഇതൊക്കെ എനിക്ക് മതിയായി, അടുത്ത പാർട്ടിയിലേക്ക് ചാടാം. സ്വാഭാവികമായിട്ടും മോദി സ്തുതിയൊക്കെ ആകുമ്പോഴത്തേക്ക് BJPയിലേക്ക് പോയാലോ, എല്ലാവരും പോകുന്നു, എന്നാൽ പിന്നെ ഞാനും പോകാം എന്ന് ചിന്തിക്കുന്നുണ്ടാവുമോ? ഇപ്പോൾ ജോണി ചോദിച്ച ഒരു കാര്യത്തിന് പുള്ളി BJPയിലേക്ക് പോകണമെങ്കിൽ സിംബോളിക്കായിട്ടൊരു മറുപടി പറഞ്ഞാൽ ജോണിൻ്റെ വീട്ടിൽ ഭിത്തിയ സ്ഥലമുണ്ട്. ജോണിന് ഇഷ്ടമുണ്ടെങ്കിലല്ലേ അവിടെ ഒരു ഫോട്ടോ വയ്ക്കാൻ അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം BJPയിലോട്ട് പോകാൻ മനസ്സുകൊണ്ട് താല്പര്യമുണ്ടെങ്കിലും BJPക്കാരെ അനുവദിക്കണ്ടേ? കേരളത്തിലല്ല, ഞാൻ എൻ്റെ കാര്യമായിട്ട് ചോദിച്ചതിനൊരു മറുപടി പറഞ്ഞതാണ്. കേരളത്തിലെ BJPക്ക് അത്തരത്തിലൊരു താല്പര്യമുള്ളതായിട്ട് നമ്മളെങ്ങും കാണുന്നില്ല. അല്ല, ഇദ്ദേഹത്തെ പോലെ ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ ഒരു നിസ്സാര നേതാവല്ലല്ലോ. ഇദ്ദേഹം ഒന്നാമത് ഇദ്ദേഹത്തിൻ്റെ ഒരു രക്തസാക്ഷി കുടുംബമാണ്. അദ്ദേഹം എപ്പോഴും പ്രസംഗങ്ങളിലൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. നല്ല അത് തന്നെ, രക്തസാക്ഷി കുടുംബവും പാർട്ടിക്കകത്ത് സത്യസന്ധനാണ്. ഇരുന്ന കാര്യങ്ങളിലെല്ലാം പുള്ളി വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ളൊക്കെ ആളാണ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയുമാണ്. മോദിയുടെ മന്ത്രിസഭ നല്ലതാണെന്ന് പറയുന്നതിനകത്ത് തെറ്റൊന്നുമില്ല. അത് കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് പറയാൻ പാടില്ലെന്ന് പാർട്ടിക്കകത്ത് ഒരു തീരുമാനം ഉണ്ടെന്നേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞിട്ടുള്ളതെല്ലാം പാർട്ടിക്ക് വെളിയിൽ പോയിട്ടുണ്ട്. അബ്ദുള്ള കുട്ടി ഉൾപ്പെടെ പോയിട്ടുണ്ട്. പിന്നെ അപ്പം അദ്ദേഹം മോദിയെ പുകഴ്ത്തി പറഞ്ഞതുകൊണ്ടോ അല്ലെ പിണറായിയുടെ ഇപ്പോഴത്തെ മന്ത്രിസഭ മോശമാണെന്ന് പറയുമ്പോഴായിരിക്കും കൂടുതൽ ജനസമ്മതി കിട്ടുന്നത്. കാരണം ഇപ്പോൾ പൊതുജനം മൊത്തം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അദ്ദേഹം വരുന്ന മന്ത്രിസഭ നല്ലതാണെന്നുകൊണ്ടാണ് രണ്ടാമത് മന്ത്രിസഭ വന്നത്. അദ്ദേഹം BJPയിൽ പോകുമോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം നേരത്തെ തന്നെ BJPയിൽ മനസ്സുകൊണ്ട് പോയിരുന്നു എന്ന് എൻ്റെ അഭിപ്രായം. മനസ്സുകൊണ്ട് BJPയിൽ പോയിരുന്നു എൻ്റെ അഭിപ്രായം. കാരണം അദ്ദേഹം ദേവസ്വം മന്ത്രി ആയിരിക്കുമ്പോൾ നിങ്ങൾ പരിശോധിച്ചാൽ ഏറ്റവും നല്ല ദേവസ്വം മന്ത്രി. അതെ, നിരീശ്വരവാദിയാണെന്നൊക്കെ പുള്ളി പറയുമ്പോഴും ശബരിമല ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടു നടന്നത് അദ്ദേഹം ദേവസ്വം മന്ത്രിയായിട്ടിരുന്നപ്പോഴാണ്. ശബരിമലയിലെ ഭക്തർക്ക് യാതൊരു പ്രശ്നവും ഇല്ലാതെ ശബരിമലയിൽ പുള്ളിയുടെ ഈ രീതികൾ വെച്ച്, പുള്ളി അല്ലെങ്കിൽ അവലംബിച്ച രീതികൾ വെച്ച്, അവിടുത്തെ ഈ വികസനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ വളരെ ചിട്ടയായിട്ടുള്ള ഒരു സമീപനം ശബരിമലയിൽ എടുക്കുകയും അതിനനുസരിച്ച് ശബരിമല ഭക്തർക്ക് യാതൊരു പ്രശ്നമില്ലാതെ ശബരിമല ഇഷ്യൂ അദ്ദേഹം വരുന്ന സമയത്ത് ഉണ്ടാവാതെ മുന്നോട്ട് കൊണ്ടുപോയ ഒരു മന്ത്രിയാണ്. ഇപ്പോൾ ഒരു ദേവസ്വം മന്ത്രിയായിട്ടുള്ള ഒരു രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നു, ഇപ്പോൾ MP ആയല്ലോ. അദ്ദേഹം ദേവസ്വം മന്ത്രി ആയതിനു ശേഷം അദ്ദേഹം അവിടെ പോയി തൊഴുന്നില്ല. അത് അദ്ദേഹത്തിൻ്റെ സൗകര്യം. തൊഴാത്തതാണല്ലോ കൂടുതൽ, അത് പുള്ളിയുടെ സൗകര്യം. പുള്ളി നിരീശ്വരവാദിയാണ്, ഈശ്വരവാദിയാണെന്നുള്ളതൊക്കെ പുള്ളിയുടെ സൗകര്യം. പക്ഷേ അദ്ദേഹം വിശ്വാസമില്ലായിരിക്കും. പക്ഷേ അദ്ദേഹം വന്നതിന് ശേഷം ശബരിമലയിൽ കഴിഞ്ഞ സീസൺ സമയത്ത് ജോണൊക്കെ കേട്ടതാണ്, നിരന്തരം പ്രശ്നങ്ങളാണ്. അയ്യപ്പ സേവാ സംഘമായിരുന്നു ശബരിമലയിലെ ഒരു നിസ്വാർത്ഥ സേവനം ചെയ്യുന്ന നൂറ്റാണ്ടുകളായിട്ടുള്ള, അതിനകത്ത് പാർട്ടിയും ജാതിയും അല്ലെങ്കിൽ മറ്റൊന്നും നോക്കേണ്ട കാര്യമില്ല. അവരുണ്ടായിരുന്ന സമയത്ത് അവർക്ക് അവരുടെ നിസ്വാർത്ഥ സേവനം, ഭക്ഷണം കൊടുക്കും, അല്ലെങ്കിൽ അവരുടെ സേവനം പോലീസിനോട് ചേർന്നുള്ള സേവനം എന്ന് പറഞ്ഞാൽ ശബരിമലയ്ക്ക് ഏറ്റവും പ്രയോജനം ചെയ്യുന്ന ഒരു സേവനമായിരുന്നു. അത് വളരെ കൃത്യമായിട്ട് മാറ്റിയിട്ട് DYFI പിള്ളേരെ അവിടെ കയറ്റിവിടുന്നത്, അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് ഡെയിലി വേസിനെ കയറ്റിവിടുന്ന സമയം ആകപ്പാടെ അവരുടെ കുറ്റമല്ല, ആകപ്പാടെ അവർക്ക് അറിയത്തില്ല അതിൻ്റെ രീതികൾ. അത് കുളമായി പോകുന്ന സംവിധാനം. പോലീസ് നിസ്വാർത്ഥമായ വർഷങ്ങളായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന പോലീസുകാരെ മുഴുവൻ മാറ്റിയിട്ട് പുതിയ ആളുകളെ കൊണ്ടുവന്നു. അതിനെപ്പറ്റി എനിക്കറിയത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ ഭക്തർ കയറി വലിയ തിരക്ക് അനുഭവപ്പെട്ടത്. പോലീസുകാരെ അല്ലെങ്കിൽ അതിന് അവിടെ സേവനത്തിന് വരുന്നതിന് മുമ്പ് സീനിയോറിറ്റി ഉള്ള പോലീസുകാർ, അല്ലെങ്കിൽ അവർക്ക് അതിന് ട്രെയിനിങ് കൊടുക്കുന്നതിന് ഇത്ര ശതമാനം സീനിയോറിറ്റി ഉള്ള, അല്ലെങ്കിൽ അവിടെ വർഷങ്ങളായിട്ട് അല്ല, അത് പെൻഷനായി പോയി കഴിഞ്ഞാൽ പുതിയ ആളുകൾ വന്നില്ല. അതിന് മുമ്പ് ചെയ്തിരുന്ന ആളുകളൊക്കെ പെൻഷനായി കഴിഞ്ഞാൽ അതൊക്കെ ചുമ്മാതെ പോലീസിനെ സംബന്ധിച്ച് അങ്ങനല്ല. പക്ഷെ ബാക്കി അല്ലാത്ത ഒരു സേവനത്തിന് ചെല്ലുന്ന ആൾക്ക് സേവനത്തിന് കൃത്യമായ ഒരു നിരീക്ഷണവും അല്ലെങ്കിൽ കൃത്യമായ ട്രെയിനിങ്ങും ഒക്കെ ഇല്ലെങ്കിൽ സേവനം കൃത്യമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അയ്യപ്പ സേവാ സംഘം പോലുള്ളതെന്ന് പറഞ്ഞാൽ അതിനകത്ത് നമ്മൾ ഈ പറയുന്ന സാധാരണക്കാരൊന്നുമല്ല, ഉന്നത ഉദ്യോഗസ്ഥന്മാരും അല്ലെങ്കിൽ റിട്ടയർഡ് ഉദ്യോഗസ്ഥന്മാരും അങ്ങനെയുള്ള കമ്മീഷണർമാർ വലിയ തലത്തിലുള്ള ആൾക്കാരാണ്. പക്ഷേ അവർ ഈ സേവനം എന്ന് പറഞ്ഞാൽ അത് ശബരിമലയിൽ മാത്രമല്ല റെയിൽവേ സ്റ്റേഷനിൽ തുടങ്ങുന്നതാണ്. അപ്പോൾ ഇത് അവർക്ക് നിസ്വാർത്ഥ സേവനമാണ്. അത് ഒരു അയ്യപ്പന് ചെയ്യുന്ന സേവനമായിട്ട് കണ്ട് അത് വളരെ കൃത്യമായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് അവിടുത്തെ ഈ തിരക്കുകളെല്ലാം എത്ര ആളുകൾ വന്നാലും നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ വന്നത്.
ഇപ്പം തൃശ്ശൂർ പൂരത്തിന് ആൾ കഴിഞ്ഞ കൊല്ലം അല്ലല്ലോ വന്നത്, കഴിഞ്ഞ കൊല്ലമാണല്ലോ വിഷയം ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ ശബരിമലയിൽ ഈ പറയുന്ന അത്രയും ആളുകൾ എല്ലാ കാലവും വന്ന് പൊക്കൊണ്ടിരുന്നു. വളരെ ചുരുക്കിയ സമയങ്ങളിൽ 1-2 പ്രാവശ്യം അപകടങ്ങൾ പറ്റിയൊഴിച്ചാൽ ബാക്കി ആ സമയത്തെല്ലാം ഈ ആളുകൾ വളരെ കൃത്യമായിട്ട് കയറി തൊഴുതിട്ട് ഇറങ്ങിപ്പോകുന്ന, പരാതിയില്ലാതെ ഇറങ്ങിപ്പോകുന്ന ഒരു സംവിധാനമുണ്ട്. കഴിഞ്ഞ ഈ രാധാകൃഷ്ണൻ മിനിസ്റ്ററായി കഴിഞ്ഞ ശേഷവും ഗവൺമെൻറ്റിൻ്റെ ചില നിലപാടുകൾ, അത് ഇപ്പോൾ ആക്ഷേപം വരുന്നുണ്ട്, ഗവൺമെൻറ് നിലപാട് ശബരിമല തകർക്കാനാണെന്ന് പറഞ്ഞിട്ടൊക്കെ വരുന്നുണ്ട്. അതിനെപ്പറ്റി എനിക്ക് ബോധ്യമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പം അങ്ങനത്തെ ഒരു കാര്യം ഇപ്പം സുധാകരനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞാൽ സുധാകരൻ എന്നെ BJP, അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇടയ്ക്ക് വെച്ച് സുധാകരൻ ശബരിമല വിഷയത്തിൽ കൃത്യമായ നിലപാടെടുത്ത് മുന്നോട്ട് പോവുകയും ശബരിമല വിഷയം ആൾക്കാർക്ക് പരാതിയില്ലാതെ മുന്നോട്ട് പോവുകയൊക്കെ ചെയ്തപ്പോൾ അദ്ദേഹത്തെ ഇടയ്ക്ക് വെച്ച് ദേവസ്വം മന്ത്രി സ്ഥാനത്തു നിന്നൊക്കെ മാറ്റുന്ന ഒരു അവസ്ഥയുണ്ട്. അതൊരു ഈ ആക്ഷേപം വന്നതാണ്. അപ്പം ഈ അദ്ദേഹം ഇരുന്ന പോസ്റ്റ് ഇതേ ഒരു ക്ഷിപ്ര കോപിയാണ്, മനസ്സിലായി. നേരത്തെ ഈ മിനിസ്റ്റർ ആവുന്നതിന് മുമ്പും ജില്ലാ സെക്രട്ടറി ആവുന്നതിനൊക്കെ മുമ്പും തന്നെ പല പോസ്റ്റുകളും വലിയ പോസ്റ്റുകളും 1ാം റാങ്ക് തന്നെ, പഠിത്തത്തിൽ മികച്ച മനുഷ്യനായിരുന്നു. അപ്പം ക്ഷിപ്ര കോപിയാണെങ്കിലും സത്യസന്ധനായ മനുഷ്യനാണ് അദ്ദേഹം. 5 പൈസയുടെ അഴിമതിയുള്ള ആളല്ല. ഈ പറഞ്ഞ പോലെ ഭുവനേന്ദ്രൻ എന്ന് പറയുന്ന പുള്ളിയുടെ അനിയൻ പഠിക്കുന്ന സമയത്ത് SFI KSU സംഘർഷം ഉണ്ടായി അദ്ദേഹം കൊല്ലപ്പെട്ടു. അപ്പോൾ അങ്ങനത്തെ ഒരു വീട്ടിൽ നിന്ന് വരുന്ന ആളാണ്. പിന്നെ ഇപ്പം അവിടുത്തെ ആ റോഡ് വികസനമായിട്ട് ബന്ധപ്പെട്ട് കുടുംബം പോലും റോഡിന്റെ വികസനത്തിന് വിട്ടുകൊടുത്തിട്ട് മാറിപ്പോകുന്ന ഒരു, അപ്പം കരിയറിന് മൊത്തത്തിൽ നോക്കുമ്പോൾ അദ്ദേഹം സത്യസന്ധനായ മനുഷ്യനാണ്. അപ്പം പാർട്ടിക്ക് വേണ്ടി ജീവിച്ച ആളാണ്. ആ പാർട്ടിക്ക് വേണ്ടി ജീവിച്ച ആളാണ്. അപ്പൊ ഇദ്ദേഹം ഇപ്പോഴത്തെ നേതാക്കന്മാരെ പാർട്ടിയെ കൊണ്ട് നമ്മൾ ആരെയും പറയേണ്ട, ഇവിടെ തന്നെ നോക്കിയാൽ മനസ്സിലാവും. ആലപ്പുഴയില് ഇദ്ദേഹം പാർട്ടിക്ക് വേണ്ടി ജീവിച്ചതും ഇപ്പൊ ആലപ്പുഴ നേതാക്കന്മാര് ജോൺ പറഞ്ഞ പോലെ പാർട്ടിയെ കൊണ്ട് ജീവിക്കുന്നതുമായിട്ടുള്ളവർ. ഇപ്പോഴത്തെ മിനിസ്റ്ററെയൊക്കെ ശരിക്കും കൃത്യമായ ഒരു ലൈനിൽ കൊണ്ടുവന്ന് ജില്ലാ സെക്രട്ടറി ആക്കുന്നതിനകത്തൊക്കെ ഇദ്ദേഹത്തിന് ഉണ്ടാകും. VS ഇരുന്ന കാലത്ത് VSനെതിരെ നിന്നു, എതിരെ പിന്നെ VSന്റെ ജില്ലയാണൊക്കെ പോലും പിണറായി കൊടുത്തു. കാരണം അദ്ദേഹം ആലപ്പുഴയിലെ പാർട്ടിയുടെ ശക്തി കേന്ദ്രമായിരുന്നു. കാരണം പാർട്ടിക്കാർക്കെല്ലാം എന്തു പറഞ്ഞാലും സുധാകരൻ സാഹ് എന്ത് പറഞ്ഞാലും അവർക്ക് ഒരു പ്രശ്നമില്ല. നമ്മുടെ ഇവിടുത്തെ മണിയുടെ കാര്യം പറഞ്ഞ പോലെ MM മണിയുടെ കാര്യം, MM മണി വെളിയിലാണ് മോശക്കാരൻ, MM മണിയുടെ ജില്ലയിൽ MM മണി മോശക്കാരനല്ല. അവിടുത്തെ ആൾക്കാർക്കെല്ലാം MM മണി പ്രിയനാണ്. കാരണം MM മണി ആർക്കാർക്ക് വേണ്ടി നിൽക്കുന്ന ഒരു CPM നേതാവാണ്. അതുപോലെ തന്നെ സുധാകരൻ എന്ന് പറഞ്ഞാൽ ആലപ്പുഴ. പക്ഷേ സുധാകരൻ ചില ആൾക്കാരെ നമ്മുടെ പാർട്ടി ലൈനിനകത്ത് അല്ലെങ്കിൽ ഈ ന്യൂനപക്ഷ അല്ലെങ്കിൽ ആ രീതിയിലൊക്കെയുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുത്ത് ചിലരെ വളർത്തിക്കൊണ്ടുവരികയും അവരൊക്കെ ചില SDPI ലൈനിലേക്ക് വരികയും സുധാകരൻ സൈഡ് ലൈൻ ചെയ്യപ്പെടുകയൊക്കെ ചെയ്തു. ഏറ്റവും അവസാനം ഇപ്പോഴത്തെ മന്ത്രിയായിട്ടിരുന്ന അദ്ദേഹം ജില്ലാ സെക്രട്ടറി ഒക്കെ ആക്കി അദ്ദേഹം അതിനുശേഷം ആശ്രയിച്ചിരുന്നു. സജി ചെറിയാൻ പോലും G. സുധാകരനെ തള്ളിപ്പറയുന്ന ഒരു അവസ്ഥയുണ്ടായി. അല്ലെങ്കിൽ G. സുധാകരൻ സജി ചെറിയാൻ ഇപ്പോൾ ഒരേ ലൈനിലല്ല. അപ്പം 25 വയസ്സ് പ്രായപരിധി വെച്ചപ്പം ശരിക്കും സുധാകരൻ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് ഒഴിവായി. പക്ഷേ ഇപ്പോഴും G. സുധാകരനെ ജില്ലയിൽ ഒഴിവാക്കി കൊണ്ടുപോകാൻ പാർട്ടിക്ക് സാധിക്കത്തില്ല. കാരണം ജില്ലയിൽ അദ്ദേഹം ഇരിക്കുമ്പോൾ അദ്ദേഹത്തെ ഒഴിവാക്കി കൊണ്ടുപോയാൽ പാർട്ടിക്ക് കൃത്യമായ ഒരു സന്ദേശം പാർട്ടിക്കാരുടെ ഇടയിൽ ഉണ്ടാവുകയും അത് പാർട്ടിക്ക് ദോഷം ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പം ഇദ്ദേഹത്തെ ഇപ്പോഴും പാർട്ടി അങ്ങനെ സൈഡ് ലൈൻ, പാർട്ടി ശരിക്കും പാർട്ടി നേതൃത്വത്തെ സൈഡ് ലൈൻ ചെയ്തു. കാരണം മാറ്റിയിരുത്തിയതിന് ശേഷം. പക്ഷേ ഇദ്ദേഹത്തെ പല പാർട്ടി പരിപാടികളും പങ്കെടുപ്പിക്കാതെ വന്നാൽ സാധാരണ അറിയാമല്ലോ ആലപ്പുഴ ജില്ലയുടെ ഒരു പ്രത്യേകത, പാർട്ടിക്കാർ കൊല്ലം ജില്ല, ആലപ്പുഴ ജില്ല, കണ്ണൂർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പാർട്ടിക്ക് സ്വാധീനമുള്ള ജില്ലകളാണ്. അപ്പം അതൊരു ചോദ്യം ചെയ്യപ്പെട്ടിലേക്കും അത് വേറെ രീതിയിലേക്ക് വരും. കാരണം മാത്രവുമല്ല അവിടുത്തെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയം പൊതുവെയുള്ള ചർച്ച പോലെ തന്നെ ഈ പാർട്ടിക്കകത്ത് കണ്ടമാനം SDPIക്കാർ കടന്നുകൂടി പാർട്ടി നേതൃത്വങ്ങളിൽ ഇരിക്കുന്നതായിട്ട് ആക്ഷേപമുണ്ട്. കാരണം അങ്ങനെ പല പാർട്ടി കമ്മിറ്റികളും അവിടെ പരസ്യമായി പറഞ്ഞ് പ്രതിഷേധിച്ച് അല്ലെങ്കിൽ രാജിവെച്ചൊക്കെ പോകുന്ന ഒരവസ്ഥയെല്ലാം പത്രങ്ങളിൽ വന്നുകൊണ്ടിരിക്കുക. അപ്പം ഈ അവസ്ഥയിലാണ് സുധാകരനെ പാർട്ടി ഇഷ്ടമല്ലാതെങ്കിൽ കൂടിയും പല പരിപാടികളും പങ്കെടുപ്പിക്കുന്നത്. ഈ ഇഷ്ടക്കേട് ഇന്നലെ അത് പറയുന്ന ഒരു കാര്യം പാർട്ടിക്ക് ഇഷ്ടമല്ല. ഇത് പ്രശാന്ത് ഏട്ടൻ പറഞ്ഞല്ലോ, പാർട്ടിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഇവർ മനഃപൂർവ്വം വൈകിയത്. എന്നാൽ ഈ പുള്ളി അവിടെ ഇരിക്കട്ടെ, ഞങ്ങൾ ഇത്തിരി താമസിച്ച് വരാം എന്ന് വിചാരിച്ച് ഈ 3 പേരും ആരെങ്കിലും ഒരാൾ നേരത്തെ വരണ്ടേ, 3 പേരും ഒരുപോലെ വൈകും. അതെ. അപ്പോൾ മന്ത്രി വൈകിയാൽ നമുക്ക് മനസ്സിലാക്കാം. കാരണം മന്ത്രി എന്ന് പറയാൻ അദ്ദേഹത്തിന് ഔദ്യോഗിക പരിപാടികളും തിരക്കുകളുണ്ട്, അത് കഴിഞ്ഞിട്ട് വരാം. പാർട്ടി ജില്ലാ സെക്രട്ടറിക്കും മറ്റേ സുജാതയ്ക്കും ഒക്കെ, സുജാതയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇപ്പോൾ എന്തെങ്കിലും ഉത്തരവാദിത്തം ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല. സുജാത കേന്ദ്ര കമ്മിറ്റി അംഗം, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പം കേന്ദ്ര കമ്മിറ്റി അംഗത്തിന് മറ്റ് അങ്ങനെ ഒരു തിരക്ക് ഉണ്ടാകേണ്ട കാര്യമില്ല. പക്ഷെ അവർ പോലും ഈ 3 പേരും ഒരുപോലെ വൈകി എന്നുള്ളതാണ്. അപ്പോൾ ഇദ്ദേഹത്തിനെ മനഃപൂർവ്വം അപമാനിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന് തോന്നിയത്. അദ്ദേഹത്തിന് അദ്ദേഹം തോന്നിയ ശേഷം പുള്ളിയുടെ ഒരു സ്വഭാവം അനുസരിച്ച് പുള്ളി അന്നേരം ഇറങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയുണ്ട്. ആ പുള്ളി അന്നേരം ഇറങ്ങിപ്പോയി. CS വാര്യർ അല്ലേ, CVC വാര്യറുടെ ഏതാണ്ട് ഒരു അനുസ്മരണമാണ്. അപ്പം അതിൻ്റെ ഏതാണ്ട് എൻഡോമെന്റ് വിതരണം കണ്ടാൽ പുള്ളിക്കുള്ളത്. അപ്പം അതിന് ഇദ്ദേഹം 10 മണിക്ക് പരിപാടിക്ക് എന്ന് പറഞ്ഞാൽ 10 മണിക്ക് 11 മണി വരെ 10:45 വരെ സുജാത വന്നില്ല, ജില്ലാ സെക്രട്ടറി വന്നില്ല, പിന്നെ മന്ത്രി ഉണ്ട് അതിനകത്ത്. മന്ത്രിക്ക് പിന്നെ ഇവർ രണ്ടും വന്നാലും പരിപാടി തുടങ്ങാമല്ലോ, മന്ത്രി പിന്നെ വന്നാൽ മതി, ജോൺ പറഞ്ഞതുപോലെ. അപ്പോൾ ഇവരാരും പറയാതെ ഇദ്ദേഹം ഒറ്റയ്ക്ക് ആരുമില്ലാത്ത
പൊതിയനവും ഇല്ല, സ്റ്റേജിൽ ഒറ്റയ്ക്ക് ഇരുന്ന് ആരും ഇല്ലാത്തൊരവസ്ഥ വന്ന് പുള്ളി ഇറങ്ങി. പുള്ളി അതിന് കാരണം പറഞ്ഞത് 12 മണിക്ക് എനിക്ക് വേറെ പരിപാടി ഉണ്ടായിരുന്നു, ആ പരിപാടിക്കകത്തൂടെ പുള്ളി മാധ്യമങ്ങളെ കുറ്റം പറയുകയൊക്കെ ചെയ്യും. അപ്പം അതൊന്നുമല്ല, അതിനപ്പുറം സുധാകരന് അതൃപ്തിയുണ്ട്. ആ സുധാകരനെ പാർട്ടിക്ക് വേണ്ട, എന്നാലും സുധാകരൻ എന്ന് പറയുന്ന ഫാക്ടറി പാർട്ടിക്ക് അവിടെ ഉൾക്കൊള്ളാതെ മുന്നോട്ട് പോകാനൊക്കത്തില്ല. അതുകൊണ്ട് പാർട്ടി ഉൾക്കൊണ്ട് മുന്നോട്ട് പോകണം. ജോണി ചോദിച്ച ഒരു ചോദ്യത്തിന് വളരെ കൃത്യമായിട്ടുള്ള മറുപടി ഞാൻ പറയാം. സുധാകരൻ BJP പോകുമോ പോകത്തില്ലയോ എന്നുള്ള കാര്യത്തിനകത്ത് എനിക്ക് വ്യക്തതയില്ല. സുധാകരൻ BJP വരണമെന്ന് ആഗ്രഹിക്കുന്ന BJP-കാരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ വളരെ കൃത്യമായിട്ട് ഒരു കാര്യം ഞാൻ പറയാം. ആലപ്പുഴ ജില്ലയിലെ ബഹുഭൂരിപക്ഷം വരുന്ന സുധാകരന്മാർ ഈ രീതിയിൽ പാർട്ടി അവിടെ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ പാർട്ടിയുടെ ലൈൻ ഇതാണെങ്കിൽ BJP-യിലേക്ക് പോകും. ഞാൻ സുധാകരന്മാരെന്ന് പറഞ്ഞാൽ സുധാകരനെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ സുധാകരൻ്റെ ലൈനുള്ള പാർട്ടി പ്രവർത്തകർ ശരിക്കും BJP-യിലേക്ക് പോകാൻ കാലെടുത്ത് വെച്ച് തന്നെ നിൽക്കുകയാണ്. അതിന് ഉദാഹരണമാണ് പാർട്ടിയുടെ ഏറ്റവും മുന്തിയ വോട്ടുള്ളതും അല്ലെങ്കിൽ പിടിച്ചാൽ തിരിയാത്ത വോട്ടുള്ളതുമായിട്ടുള്ള ആലപ്പുഴയിൽ ഇപ്പോൾ പല പാർട്ടി കേന്ദ്രങ്ങളിലും വോട്ടെണ്ണിയപ്പോൾ BJP മുന്നോട്ട് വരികയും 3ാം സ്ഥാനത്തിലേക്ക് CPM പോവുകയൊക്കെ ചെയ്യുന്ന അവസ്ഥ. കാരണം ആലപ്പുഴ ജില്ലയിലെ നമുക്കറിയാമല്ലോ കൊലപാതകത്തിന്റെ, ആലപ്പുഴ ജില്ല കൃത്യമായ വർഗീയമായിട്ട് ധ്രുവീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജില്ലയാണ്. അതായത് ഹിന്ദുക്കൾക്ക് എതിരെ മുസ്ലിങ്ങൾ കൃത്യമായി നീങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. ഇതിന് പിന്തുണ കൊടുക്കുന്നത് പരസ്യമായിട്ട് CPM നേതാക്കൾ ആയിപ്പോകുന്ന രീതിയിലേക്ക് ആലപ്പുഴയിലെ പാർട്ടി മാറുകയും, അപ്പോൾ ഹിന്ദു അല്ലെങ്കിൽ ഈഴവ കമ്മ്യൂണിറ്റി കണ്ടമാനമുള്ള ഒരു ജില്ലയാണ്. അവർ ആ പാർട്ടി 10-15-16% ഈഴവ വോട്ടുകൾ ഈ പാർട്ടിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് ഇന്നലെ വരെ. അപ്പോൾ അവർ ഈ പാർട്ടിയിൽ നിന്ന് പോകുന്നതിന് വേണ്ടി തയ്യാറെടുത്തിട്ടുണ്ട്, മാനസികമായിട്ട് തയ്യാറെടുത്തിട്ടുണ്ട്. CPM-ന്റെ ലൈൻ ഇതാണെങ്കിൽ സുധാകരൻ പോകുമോ പോകത്തില്ല. പുള്ളിക്ക് 75 വയസ്സായി. അദ്ദേഹത്തിൻ്റെ ഈ ചെയ്തികൾ എനിക്കിതിനോട് വിരക്തിയാണുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ തീരുമാനം എടുക്കാമെന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്ന ഒരു സന്ദേശമായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. അതിന് തയ്യാറായി നിൽക്കുന്ന ഒരു അണികളും ഒരു CPM-ഉം ഒക്കെയാണ് കേരളത്തിലുടനീളം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന. അത് ആലപ്പുഴ ജില്ലയിൽ അതിൻ്റെ വേഗത കൂടുമെന്ന് പറയാനാണ് നമ്മളിപ്പം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പുന്നപ്രവേല രക്തസാക്ഷി മണ്ഡപം നിൽക്കുന്ന സ്ഥലത്ത് പോലും BJP-ക്ക് വോട്ട് കൂടുതൽ വന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. മനസ്സിലായില്ലേ? അപ്പം ആ രക്തസാക്ഷിത്വ മണ്ഡപം നിന്നെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവർ ചെയ്ത കാര്യങ്ങൾ അണികളിൽ അല്ലെങ്കിൽ അവരുടെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങൾ, അവർ സങ്കല്പിക്കുന്ന സഖാക്കൾ ഒന്നുമല്ല ഇപ്പോൾ ആലപ്പുഴ ജില്ലയും കേരളത്തെ നയിക്കുന്ന അവർക്ക് തോന്നിയാൽ അതൊക്കെ വിട്ട് അവർ വേറൊരു ഇടം തേടുന്ന ഒരു അവസ്ഥയുണ്ടാവും. ഈ സുധാകരന് BJP അപ്രാപ്യം അല്ലെങ്കിൽ BJP-യിൽ അതൃപ്തിയില്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തുകൊണ്ട് ആയിക്കൂടാ, ഇതിലും നല്ലത് BJP ആണോ എന്ന് തോന്നി അവർ BJP-യിലേക്ക് പോയാൽ കുറ്റം പറയാനൊക്കത്തില്ല. അതിനുള്ള സാധ്യത ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.